ഹലോ ഹായ് എല്ലാവർക്കും റെഡ് ക്യാപ്സിക്കം ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു കൂൺ തോരൻ ഉണ്ടാക്കിയാലോ. നമ്മുടെ നാട്ടിൽ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒരിനം കൂണാണ് ഇത്. അപ്പോൾ നമുക്കൊന്ന് അത് വെച്ചാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂൺ തോരൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. കൂണിനുമുണ്ട് ധാരാളം ഗുണങ്ങൾ. നമ്മുടെ ഭക്ഷണത്തിലുള്ള പഞ്ചസാരയും കൊഴുപ്പും എളുപ്പത്തിൽ ഊർജ്ജമാക്കി മാറ്റാൻ കൂണിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ വൈറ്റമിൻ B2, B3 ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂണിൽ. അതുപോലെ തന്നെ ധാരാളം നാരും അടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് കൂണ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂൺ തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൂണൊന്ന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാളയാണ്, ചെറുതായി അരിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 3 പച്ചമുളക് വേണം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു 1/4 കപ്പ് തേങ്ങയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 മുട്ട കൂടി ഇതിലേക്ക് ചേർക്കാനായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് അതിലേക്ക് ഒരു ചീൻചട്ടി വെക്കാം. ചീൻചട്ടി ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കടുക് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുകി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങായും അതുപോലെ തന്നെ നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൂണ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് വെക്കണം. ഒരുപാട് വെള്ളം വേണ്ട, നമുക്ക് കുറച്ച് വെള്ളം മാത്രം മതി. ഇനി ഇത് ഗ്യാസ് തീ സിമ്മിലിട്ട് അതിനെ നല്ലപോലെ ഒന്ന് വേവിക്കുന്നതിനായിട്ട് അടച്ചു വെച്ച് നമുക്ക് അതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂണ് വെള്ളമെല്ലാം വറ്റി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോഴേക്കും നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കാം. മുട്ട ചേർത്ത് നന്നായി ഒന്ന് ചിക്കി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മുട്ടയെല്ലാം നന്നായി വെന്ത് നല്ലൊരു ഡ്രൈ പരുമാവുന്നവരെ നമുക്ക് അതിനെ ഒന്ന് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ദേ നമ്മുടെ കൂൺ തോരൻ നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിനെ മാറ്റി വെക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.